ഭാഗമായി അവരുടെ ജീവിതത്തിലെ ഒരു വലിയ മുതൽക്കൂട്ടായി അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ വെച്ച് ഏറ്റവും ആവേശകരമായ നിമിഷങ്ങളും സമയങ്ങളും മണിക്കൂറുകളുമായി ഇസ്തിഖാമയുടെ പഠന ക്ലാസുകളിൽ നാം ഒരുമിച്ച് ചേർന്ന സന്ദർഭങ്ങൾ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പഠന ക്ലാസുകളിൽ മുഴുവൻ കേട്ട കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളും മനസ്സിലാക്കിയ കാര്യങ്ങളുമെല്ലാം വരും ജീവിതത്തിന്റെ ഈ മരണത്തിന് ശേഷം നമ്മെ കാത്തിരിക്കുന്ന വിശാലമായൊരു ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായി മാറും എന്ന കാര്യത്തിലും നമ്മൾ ആരും സംശയിക്കേണ്ടതില്ല. ചന്ദ്രൂർ മസ്ജിദുർ റഹ്മാനിന്റെ മദ്രസാ ഹാളിൽ നാം ഒരുമിച്ച് കൂടിയ ആ സന്ദർഭങ്ങൾ നാളെയുടെ മരണാനന്തര ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായി മാറുമെന്ന കാര്യത്തിൽ അതിൽ പങ്കെടുത്തവരാരും നിരാശപ്പെടേണ്ടതില്ല. അതവരുടെ ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായി തന്നെ മാറും. ഇവിടെ സമ്മാനം അർഹനായി ഒന്നാം സ്ഥാനത്തിനർഹനായ സഫ്വാൻ, ആ സഫ്വാൻ എല്ലാവിധ ആശംസകളും എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം ആ സഫ്വാൻ എന്ന ഈ വേദിയിൽ ഏറ്റവും ചെറിയ, ഞങ്ങളുടെ ഏറ്റവും അനുജനായ, ഇവിടെ വേദിയിലിരിക്കുന്ന പലരുടെയും മക്കളുടെ പ്രായമുള്ള ആ സഫ്വാനെ സംബന്ധിച്ചിടത്തോളം അവന് മാത്രമല്ല, അവനേക്കാളേറെ ആ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് മുഴുവൻ അതിന്റെ ആവേശങ്ങൾ അവരുടെ ജീവിതങ്ങളിലുണ്ട്. അവരുടെ മനസ്സുകളിലും അവരുടെ ചിന്തകളിലും അവരുടെ ജീവിതങ്ങളിലും അതിന്റെ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട്. നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഇത് വലിയൊരു അനുഗ്രഹമായി ആ ചന്ദ്രൂർ മസ്ജിദുർ റഹ്മാനിന്റെ ചുവരുകളും അതിൽ നമ്മൾ ഉപയോഗിച്ച കസേരകളും അതിൽ നമ്മൾ ഉപയോഗിച്ച നിമിഷങ്ങളും ഒക്കെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷികളായി കടന്നുവരുന്നൊരു സാഹചര്യത്തെക്കുറിച്ചുള്ള സന്തോഷത്തിൽ നമുക്കിനി ജീവിക്കാൻ കഴിയും. ആ മരണശേഷം ഇത്ര വലിയൊരു സൗഭാഗ്യമൊരുക്കി തന്ന ഇതിന്റെ സംഘാടകർക്ക് വേണ്ടി, ഇതിനു വേണ്ടി നമുക്ക് ക്ലാസ് എടുക്കുകയും ഇതിനു വേണ്ടി നമുക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു തരികയും ചെയ്ത ഇതിന്റെ നേതാക്കന്മാർക്കും ഇതിൽ ക്ലാസ് എടുത്തതിന്റെ പണ്ഡിതന്മാർക്കും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ നിസ്കാരശേഷം നമ്മുടെ ജീവിതത്തിലെ സമയങ്ങളിൽ അവരെ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക. അവരുടെ ദീർഘായുസിന് ഇനിയും നമ്മുടെ ജീവിതത്തിലെ ഇത്തരം സുലഭമായ മുഹൂർത്തങ്ങൾക്ക് അവസരം കിട്ടണേ. അവർക്കതിനുള്ള അവസരം തരുവാനുള്ള ചിന്തകൾ അല്ലാഹുവേ അവരുടെ മനസ്സുകളിൽ നീ ഇട്ടുകൊടുക്കണേ എന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കാരണം ഇതൊക്കെ മാത്രമേ ജീവിതങ്ങളിൽ മുതൽക്കൂട്ടുകളായിട്ടുള്ളൂ. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരുമിച്ച് കൂടാനുള്ള അവസരം നമുക്ക് സമ്മാനിച്ച മുൻകാലഘട്ടങ്ങളിൽ നമ്മുടെ പണ്ഡിതന്മാരെ ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത്. ഈ സാഹചര്യത്തിൽ ഈ വേദിയുടെ പവിത്രതയും ഈ സദസ്സിന്റെ ശ്രേഷ്ഠതയും ഈ സദസ്സിലെ അല്ലാഹുവിന്റെ മാലാഖമാരുടെ സാന്നിധ്യത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഈ വേദിയും ഈ സദസ്സും ഈ സാഹചര്യങ്ങളും ഈ ആകാശഭൂമികളും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷികളായിട്ട് വരുന്ന ദിവസം ഇത് നമുക്കൊരുക്കി തരാൻ പാടുപെട്ട നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാർ ഒരു നേരത്തെ പോലും ആഹാരം കഴിക്കാനുള്ള വകയില്ലാതിരുന്നിട്ടും വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങളുമായി മുസ്ലിം കേരളയെ നവോത്ഥാനത്തിലേക്ക് നയിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഖുർആൻ പഠിക്കരുതെന്നും ഖുർആൻ വിശദീകരിക്കരുതെന്നും ഖുർആനിന്റെ ആശയങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കരുതെന്നും പറഞ്ഞ ഒരു കാലഘട്ടത്തിലെ പൗരോഹിത്യത്തിന്റെ കരങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തെ മോചിപ്പിച്ച് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചാനയിച്ച ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരെന്ന നിലയിൽ അവരെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. വിശുദ്ധ ഖുർആൻ വേണ്ടെന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? ഇന്നലകളിൽ കേരളത്തിൽ ഇറങ്ങിയൊരു മലയാള പുസ്തകം തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തുൽ ഖുർആൻ എന്ന പുസ്തകം ഇ.കെ. ഹസൻ മുസ്ലിയാർ എഴുതിയ പുസ്തകത്തിന്റെ 16-ാമത്തെ പേജിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ചില വാചകങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അതിൽ അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമില്ല. നിർബന്ധമായത് സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ്. അതിന്റെ തന്നെ അർത്ഥം പഠിക്കൽ പ്രത്യേക നിർബന്ധവുമില്ല, സുന്നത്തുമില്ല എന്ന് വിശദീകരിച്ചവർ. അപ്പൊ നമുക്ക് തോന്നും അത് പണ്ഡിതന്മാർക്കല്ലേ, സാധാരണക്കാർക്ക് പണ്ഡിതന്മാർക്ക് പഠിക്കാമായിരുന്നു, പൊതുജനങ്ങൾക്കല്ലേ ഖുർആൻ ആവശ്യമില്ലെന്നവർ പറഞ്ഞത്. അതേ പുസ്തകത്തിന്റെ 34-ാം പേജിൽ അതിനും അവർ മറുപടി പറഞ്ഞു. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളോതി അർത്ഥം വിശദീകരിച്ച ഖുർആൻ ക്ലാസുകൾ കേരളത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് വഹാബികളും മൗദൂദികളുമായിരുന്നു. അന്ന് സമസ്തയുടെ പണ്ഡിതന്മാർ ഖുർആൻ ക്ലാസ്സിലാക്കുന്നവരാണിവർ എന്ന് പറഞ്ഞ് പരിഹസിക്കുമായിരുന്നു എന്നതേ പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ രാവുകളെ വിശ്രമമില്ലാത്ത പകലുകളാക്കിയും പകലുകളെ ജീവിതത്തിന്റെ ത്യാഗോജ്ജലമായ ചരിത്രങ്ങളാക്കിയും അമാനി മൗലവിയും അലവി മൗലവിയും മൂസ മൗലവിയും ഒക്കെ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ നെഞ്ചിലേറ്റിയ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരെന്ന നിലയിൽ അവരെ നമ്മൾ
ഒരിക്കലും വിസ്മരിക്കരുത്. ഇതുപോലെ നമുക്കൊരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം ഒരു വലിയ പന്തലിട്ട് ആ പന്തലിന്റെ സാഹചര്യങ്ങളിൽ ഈ പന്തലിന്റെ താഴെ സമാധാനത്തോടെ ഇരുന്ന് ഇത്തരമൊരു വിശദീകരണം കേൾക്കാനും അറിയാനും ഉള്ള സൗഭാഗ്യം നമുക്ക് ലഭിച്ചു. പക്ഷെ നമ്മുടെ മുൻഗാമികളായി കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ അവർക്ക് ഈ ഭാഗ്യങ്ങളില്ലായിരുന്നു. സൈക്കിളിൽ കടന്നു പോകുന്ന വഴികളിലിരുന്ന് അങ്ങാടികളിൽ 4 ആൾ കൂടുന്ന പാറക്കല്ലുകളിൽ കയറി തൗഹീദ് പറഞ്ഞ പണ്ഡിതന്മാരുടെ നേതൃത്വം അവകാശപ്പെടാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനം. അവർക്ക് ഭക്ഷണമുണ്ടാക്കാൻ അവരുടെ വീടുകളിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. അവരുടെ കുട്ടികൾ പട്ടിണിയായപ്പോഴും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സാധാരണക്കാരുടെ വീടുകളിൽ ഖുർആൻ പഠിക്കാനുള്ള സംരംഭങ്ങൾ ഒരുക്കിക്കൊടുക്കാൻ അവർ ത്യാഗം ചെയ്തിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, മഹാനായ KM മൗലവിയും KP മുഹമ്മദ് മൗലവിയും കൂടെയുള്ള ഒരു യാത്രയിൽ അവർ പറഞ്ഞ ആ ഓർമ്മകളുടെ തീരങ്ങളിൽ എഴുതിവെച്ച ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയുന്ന ഒരു നിമിഷത്തെക്കുറിച്ച്. KM മൗലവിയും KP മുഹമ്മദ് മൗലവിയും കൂടിയുള്ള യാത്രക്കൊടുവിൽ KP മുഹമ്മദ് മൗലവി KM മൗലവിയോട് ഒരു ചായ കുടിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ആവശ്യപ്പെട്ടു. മൗലവി, നമുക്കൊരു ചായ കുടിച്ചിട്ട് നീ യാത്ര തുടർന്നാലോ എന്ന് ചോദിച്ച സാഹചര്യത്തിൽ തിരിഞ്ഞു നിന്നിട്ട് KP മുഹമ്മദ് മൗലവിയുടെ തോളിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് KM മൗലവി പറഞ്ഞു, തയ്യൽ മുഹമ്മദിനൊരു ചായ ചോദിച്ചാൽ ചായയുടെ തിളച്ച വെള്ളം മുഖത്തേക്കെറിയുന്ന ഈ സമൂഹത്തെക്കുറിച്ച് നിനക്കറിയില്ലേ എന്ന് കണ്ണുനീരോടെ KM മൗലവി ചോദിച്ചൊരു കാലഘട്ടം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ചായ ചോദിക്കാൻ ചെല്ലുന്ന പണ്ഡിതന്മാരുടെ നേരെ തിളച്ച ചൂടുവെള്ളം വലിച്ചെറിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഈ സൗഭാഗ്യം നമുക്കൊരുക്കി തരാൻ ത്യാഗം ചെയ്ത് ജീവിതം കൊടുത്ത ആ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ആദർശബോധത്തിലേക്ക് സഹോദരങ്ങളെ ഇനിയെങ്കിലും നാം തിരിച്ചു വരേണ്ടതുണ്ട്. അവർ ചെയ്ത ത്യാഗങ്ങൾ. ഈ ഒരു സന്ദർഭത്തിൽ ഉമർ മൗലവി സാഹിബിന്റെ പേര് പറയാതെ ഈ സംസാരം പൂർത്തിയാക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ പറയട്ടെ. മഹാനായ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തെന്ന പുസ്തകത്തിൽ ആദ്യ ഭാഗങ്ങളിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു സംഭവമുണ്ട്. തെക്കൻ കേരളത്തിന്റെ തിരുവിതാംകൂറിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പാടുപെട്ട് പണിയെടുത്ത മഹാനായ ഉമർ മൗലവി 50-60 കൊല്ലങ്ങൾക്കപ്പുറം സൗദി അറേബ്യയിലെ ഉന്നതമായ കലാലയത്തിൽ പഠനം പൂർത്തിയാക്കാനുള്ള സൗഭാഗ്യം ലഭിച്ച ഉമർ മൗലവി ആ പഠനം പൂർത്തിയാക്കി 50 കൊല്ലങ്ങൾക്കപ്പുറമുള്ള ഏറ്റവും വലിയ ശമ്പളവും സൗദി അറേബ്യന്റെ പൗരത്വവും സൗദി അറേബ്യയിലെ ജോലിയും മുന്നിലേക്ക് വെച്ച് നീട്ടിയ സാഹചര്യത്തിൽ കേരളത്തിന്റെ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് വഴിയറിയാതെ അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സൗഭാഗ്യങ്ങൾ എനിക്ക് ആവശ്യമില്ലെന്ന് ആ ജനതയുടെ മുന്നിൽ മുഖത്തു നോക്കി പറഞ്ഞ് കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിം